ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാമേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതീനെ തല്ലിയ ആ ഒരു മൂന്നാലഞ്ച് ചെറുപ്പക്കാരുണ്ടല്ലോ, അവരെയാണ്. അപ്പം അവരാണെങ്കിൽ ഒരുപാട് എന്താ പറയാ, അവരുടെ അഭിമാനവും ഒക്കെ അങ്ങ് മാനവും ഒക്കെ അങ്ങ് പോയി. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സച്ചിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയില്ലേ. അപ്പൊ അതുകൊണ്ട് ആ ഒരു നിരാശയിൽ ഇങ്ങനെ ഇരിക്കും. അതില് വരുൺ എന്ന് പറയുന്ന പേരുള്ള ഒരുത്തനുണ്ടല്ലോ, അപ്പം അവനാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കിട്ടിയിരിക്കുന്നത്. അവനാണ് കുറച്ച് സൂക്കേട് കൂടുതലും. അപ്പൊ അവനിങ്ങനെ നിരാശയോട് കൂടി ഇരുന്നപ്പോഴത്തേക്കും, എടാ വരുണേ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കഥ എഴുതാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാനല്ലേ? അയ്യോ, എനിക്ക് പറ്റുന്നില്ലടാ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്താ, നിന്നെ തേച്ചിട്ട് പോയ അനന്യയാണോ നിനക്ക് മറക്കാൻ പറ്റാത്തത്? തേച്ച അനന്യൊന്നും അല്ല, നേരത്തെ അടി കിട്ടിയത് അവൻ മറക്കാൻ പറ്റുന്നില്ലെന്നാടാ പറഞ്ഞത്. അപ്പൊ വരുൺ എന്ന് അവൻ പറഞ്ഞു, എന്റെ മുഖത്ത് അവൻ അടിച്ചത്, ആദ്യമായിട്ട് ഒരുവൻ എന്റെ ദേഹത്ത് കൈവച്ചത്, എന്റെ അച്ഛൻ പോലും എന്നെ തല്ലിയിട്ടില്ല. അതുകൊണ്ടാ നീ ഇങ്ങനെ ആയി പോയതെന്ന് കൂട്ടത്തിലുള്ള ഒരുത്തൻ പറഞ്ഞു. സണ്ണിന്ന് അവന്റെ പേര്. അപ്പോഴത്തേക്കും വരുൺ, സണ്ണി വേണ്ട, ഞാനാകെ തിളച്ചു നിൽക്കുകയാണേ എന്ന് പറഞ്ഞിങ്ങനെ വിടുകയാണ്. അപ്പോഴത്തേക്കും, വിടടാ, അവനൊരു തമാശ പറഞ്ഞല്ലേ എന്ന് വേറൊരു കൂട്ടുകാരൻ. അപ്പോഴത്തേക്ക് നമ്മുടെ വരുൺ ഇപ്പൊ തന്നെ അവനെ അടിക്കണം, എനിക്ക് ആ പെണ്ണിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവനെ അടിക്കണം. ദേ, അവരവരുടെ പാട്ടിന് പോയി കാണും. ദേ, ഇനി അവരൊന്നും നമ്മൾ കാണാൻ പോകുന്നില്ല. ഭ്രാന്ത് പറയാതെ നീ ദേ അടിക്കാൻ നോക്കിയിരുന്നേ, ഇതിപ്പോ അടിക്കാൻ നോക്കാം, അവനെ അടിക്കാതെ. എനിക്ക് അടിക്കണം, തേടി കണ്ടുപിടിച്ച് എവിടെയാണെങ്കിലും എനിക്ക് അടിക്കണം. അവരെവിടെയും പോയി കാണത്തില്ല, ഈ ടൂറിസ്റ്റ് പ്ലേസിൽ എവിടെയെങ്കിലും കാണും. അവനെ അടിച്ച് ഫിനിഷ് ആക്കി ഏതെങ്കിലും കൊക്കയിൽ വലിച്ചെറിഞ്ഞ് ആ പെണ്ണിനെയും കൂട്ടിയിട്ട് എനിക്ക് വരണം. ഓ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആഹാ, എന്നാ പിന്നെ നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാ. പിന്നല്ലാതെ നാളെ നേരം വെളുക്കട്ടെ, നമുക്ക് അവരെ പോയി തപ്പി കണ്ടുപിടിച്ചിട്ട് നല്ലത് കൊടുക്കാം. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയും സച്ചിയും സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അവിടെ ചെന്നിട്ട് ആ മാനേജറെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, നിങ്ങൾ ബുക്ക് ചെയ്തിട്ടല്ലേ വന്നത്, നിങ്ങൾക്ക് കീ തരാന്നൊക്കെ പറഞ്ഞ് കീ ഒക്കെ കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം സെറ്റാക്കി, റൂമൊക്കെ സെറ്റാക്കി കൊടുത്തു കേട്ടോ. നല്ല അടിപൊളി ഒരു റൂമൊക്കെയാണ് നമ്മുടെ സച്ചിക്ക് രേവതിക്ക് സെറ്റാക്കി അവർ കൊടുത്തിരിക്കുന്നത്. അടിപൊളി റൂം മാത്രമല്ല കേട്ടോ, നമ്മുടെ ആ ഗുണ്ടകൾ താമസിക്കുന്നതും ആ ഹോട്ടൽ റൂമിൽ തന്നെയാണ്. അവിടെ തന്നെയാണ് സച്ചിൻ രേവതിയും താമസിക്കാൻ എത്തിയത്. ഏതായാലും ഇതുണ്ടല്ലോ, വേറെ ഒരുത്തൻ, അവരുടെ കൂട്ടത്തിലുള്ള വേറെ ഒരുത്തൻ കാണുകയാണ്. ആഹാ, കിട്ടിയ അവസരമല്ലേ, ഇനിയിപ്പൊ തേടി തപ്പി പിടിച്ച് രാവിലെ പോകേണ്ട ആവശ്യമില്ലല്ലോ, തൊട്ടടുത്ത് തന്നെ വന്നേക്കോ, തൊട്ടടുത്ത റൂമില്. എന്നാ പിന്നെ ചെന്ന് നമുക്ക് വരുണിനോട് പറഞ്ഞേക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചെല്ലുകയാണുണ്ടോ. ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചി റൂമിനകത്ത് കയറി. നല്ല റൂമൊക്കെയാണ്, അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള നല്ല റൂമൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മുടെ രേവതി ചെന്ന ഉടനെ തന്നെ കിടന്നു, എന്റെ ഈശ്വരാന്ന് പറഞ്ഞോണ്ട്. അപ്പൊ സച്ചി ചോദിച്ചു, ഇപ്പഴേ ടയേർഡായോ? അയ്യോ, പിന്നെ യാത്ര ചെയ്താ പിന്നെ ടയേർഡ് ആകാതിരിക്കുവോ സച്ചേട്ടാ? എനിക്കൊരു പ്രശ്നമില്ലല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. അത് പിന്നെ സച്ചേട്ടന് യാത്ര ചെയ്ത് ശീലം ഉണ്ടല്ലോ, ഡ്രൈവിംഗ് അല്ലേ ജോലി. എനിക്ക് യാത്ര ചെയ്ത് ശീലമൊന്നുമില്ലേ, അതുകൊണ്ടാ ഇത്ര ക്ഷീണം. ദേ, ഇങ്ങോട്ട് എണീറ്റ് വന്നേ. രേവതി, ഇങ്ങനെ നീ കിടക്കല്ലേ? അല്ല, നിനക്ക് മുറിയൊക്കെ ഇഷ്ടായോ? മുറിയൊക്കെ ഇഷ്ടായി, അടിപൊളിയാ. അതെ സച്ചേട്ടാ, നല്ല ക്ഷീണമുണ്ട്, കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് കിടക്കാം, എനിക്ക് ഉറങ്ങണം. ഇന്നിപ്പൊ ഞാൻ നിന്നെ ഉറക്കാം, ഇപ്പൊ ഞാൻ ഉറക്കാൻ നിന്നെ വിടാം. എന്താ സച്ചേട്ടാ? ഞാൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒറ്റ ചുള്ളു കൊടുത്തിട്ട് ദേ എന്നെ ഉപദ്രവിച്ചാലുണ്ടല്ലോ. മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ നോക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ സച്ചി കുളിക്കാനായിട്ട് പോവാണ്. രേവതി ഇങ്ങനെ റൂമിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി രേവതി ആ റൂമിൽ വന്ന കാര്യം മറ്റേ കൂട്ടുകാരൻ വരുൺ അല്ല കേട്ടോ, സോറി, കിരൺ എന്ന് പറയുന്ന അവനെ അറിയിച്ചു കേട്ടോ. എടാ, നീ ഭാഗ്യവാന്, നിനക്കിപ്പോ നല്ല നല്ല സമയം ആയിക്കൊണ്ടായിരിക്കും അവൻ അടി കിട്ടുന്ന വേറൊരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, എടാ നീ അവനെ ഇന്നിങ്ങനെ അത് ഓർമ്മിപ്പിക്കാതെ, അവനാകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എടാ കിരണേ, നീ ഏത് വള്ളിയാണോ തേടി പിടിക്കണമെന്ന് പറഞ്ഞത്, ആ വള്ളി നിന്റെ കാലിൽ ചുറ്റി. നിനക്ക് എന്താടാ, വട്ടായോ? നീ എന്തൊക്കെയാണ് പറയുന്നത്? എടാ വട്ടല്ലടാ, ഇവനെ തല്ലിയവനും ആ പെണ്ണും ഈ ഹോട്ടലിൽ തന്നെയാ താമസിക്കുന്നത്, ഇവിടെ അവര് താമസിക്കുന്നത്. മനസ്സിൽ ലഡു പൊട്ടാതിരിക്കുവോ? നമ്മുടെ കിരണിന്റെ മനസ്സിൽ അങ്ങോട്ട് ലഡു പൊട്ടിയില്ലേ? ഇവിടെയോ? ഇവിടെയാണോ അവര് താമസിക്കുന്നത്? അവരിപ്പോ വന്നതേ ഉള്ളൂ, ബാഗൊക്കെ കൊണ്ട് റൂമിലേക്ക് കയറുന്നത് ഞാൻ കണ്ടതാ. ഏത് റൂമിലാ? റൂം നമ്പർ എത്രയാ? റൂം നമ്പർ 5. വാടാ നമുക്ക് പോകാടാ. എടാ, അവിടെ ഇരിക്കടാ. എടാ, നിന്റെ പരിപാടി എന്താ? അത് നീ ആദ്യം പറ. പരിപാടി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. അവനെ എനിക്ക് തിരിച്ചടിക്കണം, ആ പെണ്ണിനെ പൊക്കണം.
അതാ എന്റെ പരിപാടി. എടാ നീ അബദ്ധമൊന്നും കാണിക്കരുത്. അബദ്ധമോ? എന്തബദ്ധം? ദേ നീ പറഞ്ഞതുപോലെ ഞാൻ ഭാഗ്യവാൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവര് എന്റെ മുമ്പിലേക്ക് തന്നെ ദൈവം കൊണ്ട് ഇട്ട് തന്നിരിക്കുന്നത്. നല്ല ചാൻസ് ആയത്, ഞാൻ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ദേ ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർ പോലീസിനെ വിളിക്കും. നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഓ, അദ്ദേഹത്തിന് നമ്മളെ പേടിയാ, പോലീസിനെ വിളിക്കാനൊന്നും പോകുന്നില്ല. ഇനി വിളിച്ചാൽ തന്നെ പോലീസ് നമ്മളെ തൊടുവോ? തൊടും. അതിനുള്ള ധൈര്യം അവന്മാർക്കുണ്ടോ? നമ്മളെ തൊട്ടാൽ അവന്മാരുടെ തൊപ്പി തെറിക്കുന്ന അറിയത്തില്ലേ? അതിന് ഇവിടെ അവര് മാത്രമല്ല, കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നമാകും. അവരൊക്കെ ഇതിൽ കയറി ഇടപെടും, മൊത്തം കുളമാകും. അതാ പറഞ്ഞത്, ഈ ഹോട്ടലിൽ വെച്ച് ഇപ്പൊ തൽക്കാലം നമ്മൾ ഒന്നും ചെയ്യാൻ പോകണ്ട. നമുക്ക് ആരും അറിയാതെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എടുത്ത് ചാടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അവര് നാളെ സ്ഥലം കാണാൻ പുറത്തു പോകുമല്ലോ. അപ്പൊ നമുക്ക് അവരുടെ പുറകെ പോയിട്ട് അവരെ ഫോളോ ചെയ്തിട്ട് പിടിക്കാം. അതല്ലേ നല്ലത്? അതെങ്കിൽ അത്, ഏതെങ്കിലും ഏത്, എനിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, ഇവൻ പറയുന്നത് ശരിയാ, നാളെ പകല് നമുക്ക് പുറത്ത് നോക്കാം, അത് തന്നെയാ നല്ലത്. അവന് കൊടുക്കേണ്ടത് കൊടുക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയത്തില്ല, എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക. നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ, നാളെ നേരം വെളുത്തോട്ടേക്കിരടെ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കിരൺ പറയാ, നാളെ വെയിറ്റ് ചെയ്യാം, എനിക്ക് ഉറങ്ങണമെങ്കിലേ ചെറിയൊരു ഡോസ് കൂടി വേണം. അതുകൂടി ആവശ്യമാണ്. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അവരെ അറിയിക്കണം, എന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ല, നിന്റെ പ്ലാൻ എന്താ? അത് പറ. പറയാം, അതൊക്കെ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചിയുടെ കയ്യിൽ നിന്ന് നല്ല 2 തല്ല് കൊണ്ട് ഇവന്മാര് പോകത്തോളെന്നാ തോന്നുന്നത്. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയും ഫ്രഷൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പൊ രേവതി ഫ്രഷൊക്കെ ആയിട്ട് അവിടെ സാരിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സച്ചി കണ്ണാടി നോക്കി മീശയൊക്കെ പിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പതുക്കെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് സച്ചി വരുന്നു. എന്നിട്ട് നമ്മുടെ രേവതിയുടെ പുറകിൽ ചെന്ന് പതിയെ രേവതിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാണ് കേട്ടോ. എന്നിട്ട് രേവതി ചോദിച്ചു, എന്താ? എന്തു പറ്റി? നല്ല റൊമാൻസ് മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. അതെ, നീ ഇന്ന് കൂടുതൽ സുന്ദരി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുക. ഞാനോ? അതേന്നേ. ദേ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിനെ കട്ടിലേക്ക് ഒരൊറ്റ തള്ളിയിടല്ലോ കേട്ടോ രേവതി. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, എന്തിനാ തള്ളിയിട്ടതെന്നും, സച്ചി അല്ല രേവതി പറഞ്ഞു, എന്തിനാ തള്ളിയിട്ടതെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നും എനിക്കറിയാം. ഇതൊരു കോഡാ, കോഡ്. എന്ത് കോഡ്? അതൊക്കെ എനിക്കറിയാം. എന്തറിയാതെ നീ പറയുന്നത്? എനിക്കറിയാം, അത്രേ ഉള്ളൂ. എന്തറിയാങ്കിലുവേ, ദേ ഞാനൊരു കാര്യം പറയാം. ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ തനിയെ ഒരു സ്ഥലത്ത് താമസിക്കുന്നത് അല്ലേ? അതെ, വല്ലാത്ത സന്തോഷം തോന്നുക സച്ചേട്ടാ എനിക്ക്. ഇങ്ങനെ നമ്മൾ ഒരിക്കലും സമയം ചെലവഴിച്ചിട്ടില്ല, ഇങ്ങനെ ചെലവഴിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചു പോലും ഇല്ലല്ലോ. അതെ അതെ, അത് ശരിയാ. അതെ, നമുക്ക് എന്തിനും ഏതിനും ഒരു സമയം ഉണ്ടാവുന്നേ. വീട്ടിലാണെങ്കിലോ വീട്ടിലെ ജോലി, നാട്ടിലാണെങ്കിലോ നാട്ടിലെ ജോലി, അതിന്റെ കൂടെ ഓടി നടപ്പ്, തിരക്ക്, കാര്യങ്ങള് എല്ലാവരും രാത്രി കിടന്നതിന് ശേഷമല്ലേ നീ രാത്രി എന്റെ അടുത്തേക്ക് എത്തുന്നത്. അത് ശരിയാ. ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും നീ പിന്നെ അങ്ങോട്ട് തളർന്ന് വീണലായി, ഉറങ്ങലായി, പിന്നെ ബോധം വരണമെങ്കിൽ പിറ്റേന്ന് പുലർച്ചെ 4 മണിയാകണം. ആ സമയത്തെ നിങ്ങൾ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും, ഞാൻ കാണാറുള്ളതാ. എന്റെ സച്ചേട്ടാ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്നാലും മറ്റുള്ളവരെക്കാളും നമ്മൾ സംസാരിക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സമയം ചെലവഴിക്കാറുമുണ്ട് നമ്മുടെ തിരക്കിനിടയിലും. ഇങ്ങനെ നമ്മൾ സമയം ചെലവഴിച്ചിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സമയം ചെലവഴിക്കുന്നത് ആദ്യമായിട്ടാന്നാ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിക്കുമ്പോഴേ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു സച്ചേട്ടാ ഞാന്. അതെന്താ ടെൻഷൻ? ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിന്റെ ടെൻഷനല്ലേ? ടെൻഷൻ ഇല്ലാതിരിക്കുമോ നിനക്ക്? ഞാനല്ലേ താലി കെട്ടിയത്. അത് പിന്നെ എന്റെ പുതിയ ജീവിതം എങ്ങനെയായിരിക്കും എന്നോർത്തുള്ള ടെൻഷനായിരുന്നു എനിക്ക്. നിങ്ങളുടെ കുടുംബത്തില് ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പതിയെ പതിയെ അതങ്ങ് ഇല്ലാണ്ടായി. അലിഞ്ഞലിഞ്ഞലിഞ്ഞലിഞ്ഞ് ഇല്ലാണ്ടായി. ഇന്നിപ്പം എന്നെ പോലെ സന്തോഷിക്കുന്ന ഒരു പെണ്ണ് ഈ ലോകത്ത് എങ്ങും ഉണ്ടാവത്തില്ല സച്ചേട്ടാ. അതുപോലെ സന്തോഷമുണ്ട് ഈ ഒരു സമയത്തിൽ എനിക്ക്. ഇപ്പം ഈ കയ്യില് ഞാൻ സുരക്ഷിതയാണ്. സച്ചേട്ടന്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നതിലെ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. എനിക്ക് വേറെ ഒന്നും വേണ്ട സച്ചേട്ടാ. ഈ ഒരു സന്തോഷം എന്നും ഉണ്ടായാൽ മാത്രം മതി. അതാ എന്റെ പ്രാർത്ഥന. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ അടുത്തേക്ക് രേവതിയുടെ അടുത്തേക്ക് മുഖം ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴേ ഒരു കോളിംഗ് കേട്ടു. അപ്പൊ സച്ചി, ഈ നാശം പിടിച്ച സമയത്ത് ആരാ ബെല്ലടിച്ചത്? കോപ്പ് കാലി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വാതിൽ തുറന്നപ്പോഴത്തേക്കും അവിടെ ഒരാൾ വന്ന് ചോദിക്കുക, ഫുഡ് വേണോ? ഫുഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണോ അതോ അങ്ങോട്ടേക്ക് വന്ന് കഴിക്കോ? ഞങ്ങൾക്ക് ഫുഡൊന്നും വേണ്ട, ഒന്ന് പോയെന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിട്ടു. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, എന്താ സച്ചേട്ടോ ഇത്, എനിക്ക് ഫുഡ് വേണം.
ശോ, ഇത് കഷ്ടമുണ്ട് കേട്ടോ. അയ്യോ, അത് ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു, നമ്മൾ ഫുഡ് കഴിച്ചില്ലല്ലേ, എനിക്ക് ഫുഡ് വേണം, എന്നാ ബാ നമുക്ക് പോയി കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതി കഴിക്കാൻ പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞില്ല, കഴിക്കാനൊക്കെ പോകാം, നമ്മൾ എവിടെയാ നിർത്തിയത്, അവിടെ തുടങ്ങിയിട്ട് പോയാ പോരെ. ദേ പോ അങ്ങോട്ട്, തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വിശക്കുന്നുണ്ട് സച്ചേട്ടാ. അവളുടെ ഒരു വിശപ്പ്. ഓ, ഏത് സ്വർഗത്തിൽ ചെന്നാലും ഒരു കട്ടുറുമ്പ് ഉണ്ടാകും, ഓരോ കട്ടുറുമ്പ് കയറി വന്നേക്കും. എന്റെ പൊന്നു സച്ചേട്ടൊക്കെ മാറി നിന്നെന്ന് പറഞ്ഞ് വാതിലൊക്കെ തുറന്ന് അങ്ങ് ഇറങ്ങാണ് കേട്ടോ. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനാണ് കേട്ടോ. അപ്പൊ രവീന്ദ്രൻ അശോകനെയൊക്കെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംസാരിക്കാൻ ആരും ഇല്ലാത്തതിന്റെ ആ ഒരു ഇതാന്ന് തോന്നുന്നു. അശോകനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് നടുവില് കൈയൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് കയറി വരിക, പണിയൊക്കെ ചെയ്ത് മടുത്തെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്ര വന്നിട്ട് ജോലി ചെയ്ത് എന്റെ നാട് ഒടുങ്ങി രവിയേട്ടാ. ഓ, 2 ദിവസം അടുക്കളയിൽ കയറിയപ്പോഴത്തേക്കും നിന്റെ നടു ഒടിഞ്ഞു. അപ്പൊ എല്ലാ ദിവസവും രാവും പകലും വിശ്രമവും ഇല്ലാതെ പണിയെടുക്കുന്ന രേവതിയുടെ കാര്യം ഒന്ന് ആലോചിച്ചേ. പിന്നെ എനിക്ക് എന്തൊക്കെ ആലോചിക്കാൻ ഇരിക്കുന്നു, ഇനിയിപ്പൊ അതാലോചിക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. എന്റെ പൊന്ന് രവിയേട്ടനൊന്നും മിണ്ടാതിരിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും വരികയാണെ. അപ്പൊ ശ്രുതിയോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമുക്ക് അമ്മേനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കാന്ന്, അവര് ട്രിപ്പ് പോകാനിരിക്കുകയല്ലേ. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. അപ്പോഴത്തേക്കും അച്ഛാമ്മേ, നിങ്ങൾ രണ്ടാലും ഭക്ഷണം കഴിച്ചില്ലല്ലോ അല്ലേ അല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്ത് പറ്റി, എന്തോ പരിങ്ങിക്കളി ഉണ്ടല്ലോ, പതിവില്ലാത്ത കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു, പറ 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 എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ അച്ഛൻ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആയല്ലോ. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതെ, ഞങ്ങള് ഇതേവരെ ട്രിപ്പ് ഒന്നും പോയില്ലല്ലോ. അതിന് നിങ്ങൾ ഇവിടെ ട്രിപ്പ് പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? അതല്ല അച്ഛാ, അതിനുള്ള സമയം ഞങ്ങൾക്ക് ഇതുവരെ ഒത്തു വന്നിട്ടില്ലെന്നേ, അതുകൊണ്ടാ പോവാതിരുന്നത്. ഓ, പണിയില്ലാത്ത സമയത്ത് നീ ആ പാർക്കിൽ പോയി ചുരുണ്ടുകൂടി കിടന്നില്ലേ, അന്ന് നിനക്ക് എവിടെയെങ്കിലും പോകത്തില്ലായിരുന്നോ? അത് പിന്നെ അച്ഛാ, അത് പഴയ കാര്യമല്ലേ, അതൊന്നും പറയണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, അല്ലെങ്കിൽ സച്ചിനെ പോലെ തന്നെയാ വന്ന് വന്ന് സംസാരിക്കുന്നത്, നിങ്ങളൊന്നും മിണ്ടായിരിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് ഇപ്പോഴാ സമയം ഒത്തത്, അതുകൊണ്ട് ടൂറ് പോകാന്ന് ഒരു ചെറിയ പ്ലാൻ ചെയ്തു. അപ്പൊ പ്ലാനൊക്കെ ചെയ്തിട്ടാ വന്നത് അല്ലെ, എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? അത് പിന്നെ വാഗമണിലേക്കാ, ഒരു 3 ദിവസത്തെ ട്രിപ്പ്. ഞങ്ങള് രാവിലെ തന്നെ പോകും, റൂമൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഓഹോ, അപ്പൊ തീരുമാനമൊക്കെ കഴിഞ്ഞു, എന്നാ പിന്നെ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. അപ്പോഴത്തേക്ക് ചന്ദ്ര, ഈ സമയത്താണ് ടൂർ പോകുന്നത്, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയെന്ന്. അപ്പൊ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ടൂർ പോകാൻ പറ്റിയ സമയല്ലേ ഇത്. എന്ത് പറ്റിയ സമയെന്ന്? ഇതോ, ദേ ഈ ഇടയ്ക്കല്ലേ ശ്രുതിയുടെ അച്ഛൻ മരിച്ചത്. ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് ശരിയല്ല. അയ്യോ, അത് ആത്മാവിന് ശാന്തി കിട്ടത്തില്ല. ശ്രുതി, നിനക്ക് എങ്ങനെ ഇതിന് മനസ്സ് വരുന്നത്? അത് പിന്നെ ആന്റി, അച്ഛൻ മരിച്ചതിന് ശേഷമേ ഞാൻ നേരാവണ്ണം ഒന്ന് ഉറങ്ങിയിട്ട് പോലുമില്ല. എന്റെ മനസ്സിനെ ഒരു സമാധാനമില്ല. ഇങ്ങനെ പോയാലേ എന്റെ മനോനില തന്നെ തെറ്റും. ഞാൻ വല്ലാത്ത ടെൻഷനില്ല. 2-3 ദിവസം ഒന്ന് മാറി നിന്നാൽ അത് ആകെ എനിക്കൊരു ചേഞ്ച് ആവില്ലേ, അതിനു വേണ്ടി കൂടിയാണ് ഞാൻ പോകുന്നത്. യാത്ര പോയി എങ്ങനെ ബലിയിടാനാ? 41 ദിവസം ബലിയിടണം എന്നല്ലേ പറഞ്ഞത്? അത് ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല. അത് മുടങ്ങിയ പ്രശ്നമാണ്. ആന്റി, ബലിയിടുന്നൊന്നും മുടങ്ങത്തില്ല. വീട്ടിൽ തന്നെ ഇടുന്നത് നിർബന്ധമൊന്നുമില്ലല്ലോ. ക്ഷേത്രങ്ങളിലും പുണ്യ നദികളിലെ തീരത്തും കടൽക്കരയിലും ഒക്കെ ബലിയിടാറില്ലേ എല്ലാവരും. ഞാൻ അങ്ങനെ ഇട്ടോളാം, ഞാൻ എവിടെയെങ്കിലും ഒക്കെ യാത്രക്കിടയിൽ ഇട്ടോളാം. അതൊന്നും ശരിയാവത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. അതൊന്നും ഇവിടെ പറ്റത്തില്ല. ഈ 41 ദിവസം വീട്ടിലെ തന്നെ ബലിയിടണം. അതിനുശേഷം നിങ്ങൾ എവിടെയാന്ന് വെച്ചാ പൊക്കോ. ആന്റി, ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. പറ്റില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട്, ശ്രുതി പോകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, മാത്രല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ച യാത്ര, അമ്മ അതിനൊരു മുടക്കം പറയാതെ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അവര് തീരുമാനിച്ചല്ലേ ചന്ദ്ര, അവര് റൂമൊക്കെ ബുക്ക് ചെയ്തല്ലേ, അവര് പോയിട്ട് വരട്ടെ, ഇനി എന്തിനാ വഴക്ക് പറയുന്നത്, ഇനി എന്തിനാ മുടക്കം വരുത്തുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ, അമ്മേ 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 അമ്മേ, ദേ ദേ ഈ മൗനം സമ്മതമാ. എന്റെ അമ്മ മൗനമായിട്ട് ഇരിക്കുന്നത് കണ്ടോ, അമ്മ സമ്മതിച്ചു, അല്ലെങ്കിൽ എന്റെ അമ്മ സമ്മതിക്കുന്നത് എനിക്കറിയാം. അല്ലെങ്കിലും നമ്മുടെ സന്തോഷത്തിന് എന്തെങ്കിലും അമ്മ എതിര് നിന്നിട്ടുണ്ടോ? നമ്മുടെ സന്തോഷമാണ് എന്റെ അമ്മയുടെ സന്തോഷം, എന്റെ അമ്മയുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം, അല്ലേ ശ്രുതി? എന്റെ പൊന്നമ്മ ഉമ്മ എന്നൊക്കെ പറഞ്ഞ ഒരു ഉമ്മയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ എന്തൊരു സന്തോഷം. ആഹാ, എന്റെ അച്ഛന്റെ സന്തോഷം കണ്ടില്ലേ, എന്റെ അച്ഛനും ഉണ്ട് ഉമ്മ. അതെ, ബാ ശ്രുതി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്, ബാ 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 പോകാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങോട്ട് പോയി കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി രവതിയും ടൂർ പോയല്ലോ, അതാ ഇവരും പോകാൻ പ്ലാൻ ഇടുന്നത്. നീ ഒന്ന് ചിരിക്കുക, അവര് പോയിട്ട് വരട്ടെ, നമ്മുടെ മക്കളല്ലേ, സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് പോവാ. ചന്ദ്രയ്ക്ക് സഹിക്കുവോ? അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ശ്രുതിയും കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെ വീട്ടിലെ ജോലി മുഴുവൻ നമ്മുടെ ചന്ദ്ര ചെയ്യേണ്ടി വരില്ലേ.
ഇനി ഇത് മുടക്കാൻ എന്താണോ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിപ്പുണ്ടേ. ഈ സമയത്ത് പിന്നെ സച്ചിനെ രേവതിയാണ് ആട്ടോ കാണിക്കുന്നത്. അപ്പൊ സച്ചി രേവതി ഇങ്ങനെ കട്ടിലൊക്കെ കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കുന്ന റൊമാൻസ് ഒക്കെയാണ്. അപ്പോഴത്തേക്ക് ഇവന്മാരെല്ലാരും കൂടെ ഉണ്ടല്ലോ, ആ കുറെ അവന്മാരെല്ലാവരും കൂടി അവിടെ ചെന്നിട്ടല്ല, ആ ഒരു ഭാഗത്ത് ചെന്നിട്ട് ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കൊണ്ടുവാ ആ പാട്ടൊക്കെ ഇട്ടിട്ട് പാത്രമൊക്കെ വെച്ച് ഭയങ്കര സ്റ്റീൽ പാത്രമൊക്കെ വെച്ചിട്ട് ഭയങ്കര കൊട്ട്. നമ്മുടെ സച്ചി പെട്ടെന്ന് ഞെട്ടി എണീച്ചിട്ട് ഇതെന്ത് പറ്റി, കുറെ പാട്ട്, ഹാ അത് ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു അത് സാരമില്ലെന്നേ, ബാ നമുക്ക് കിടക്കാന്ന് പറഞ്ഞ് വീണ്ടും കിടക്കുകയാണ് കേട്ടോ അവര്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചിക്ക് രേവതിക്ക് അങ്ങോട്ട് പറ്റണില്ല കേട്ടോ. അതുപോലെ കിടന്ന് ഒച്ചയും ബഹളോ. ശാന്തമീ രാത്രിയിൽ വാദിഘോഷാദികൾ കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആ സ്റ്റീൽ പാത്രം വെച്ച് കൊട്ടുക. അപ്പൊ സച്ചി ഇത് ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ എണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു എന്റെ പൊന്ന് സച്ചേട്ടൻ പോകണ്ട, ഞാൻ പോയി നോക്കിക്കോളാം, സച്ചേട്ടൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതിയാണ് നോക്കാൻ പോകുന്നത്. രേവതി ഡോറ് അങ്ങ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അവന്മാര് ഭയങ്കര പാട്ട്. രേവതിനെ കണ്ടതും അവന്മാര് പാട്ട് അങ്ങ് നിർത്തി. അപ്പൊ അതിലൊരുത്തം വന്നടാ എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും രേവതി ഞെട്ടിപ്പോയിട്ട് ഇവരെ കണ്ടതും ഇവന്മാര് വീണ്ടും കിടന്ന് ഭയങ്കര പാട്ട്. അപ്പൊ രേവതി ഞെട്ടി നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആണെങ്കില് ഇവളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പൊ രേവതിക്ക് മനസ്സിലായി ഇത് അവന്മാരാണല്ലോ എന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ രേവതി പറയുന്നില്ല ഇത് ആരാണെന്നോ എന്താണെന്നോ. അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ സച്ചി ഇടയൂല്ലോ യുവമാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ രേവതി പതുക്കെ ഡോർ അടിച്ചിട്ട് ദേ സച്ചേട്ട വെള്ളം അടിച്ചിട്ട് അവന്മാർ അങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നു, മൈൻഡ് ചെയ്യണ്ട, കുറച്ചു നേരം പാടിയിട്ട് പൊക്കോളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു, സച്ചിനെയും കൂട്ടി വീണ്ടും കിടക്കുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിങ്ങനെ തുടങ്ങാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പറയും ഒന്ന് റൊമാൻസിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓരോരുത്തരുമാർ ഓരോ പാട്ടുമായിട്ട് വരുന്നത്. ഇത് ഒച്ച കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ എന്റെ രേവതി, എനിക്കിത് ശരിയാവത്തില്ല കേട്ടോ, എനിക്ക് കലി വരുന്നുണ്ട്, ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഒന്നുമില്ല, കഷ്ടം തന്നെ, ഒന്ന് സംസാരിക്കാൻ കൂടി പറ്റത്തില്ല. അത് പിന്നെ സച്ചേട്ടാ വിട്ടേരെ, നമുക്ക് കിടക്കാം, വാ സച്ചേട്ടാ. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ കിടക്കാൻ പറ്റും എന്റെ പൊന്നു രേവതി, എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ദേ സച്ചേട്ടാ 2 ചെവിയിലും വിരൽ ഇങ്ങനെ തിരികെ വെച്ചാ മതി. പിന്നെ അങ്ങനെ എത്ര നേരം ഇരിക്കും, ഉറങ്ങണ്ടേ നമുക്ക്. ഞാൻ അവരോട് പാട്ട് നിർത്താൻ പറഞ്ഞിട്ട് വരാം. വേണ്ട സച്ചേട്ടാ, പോകണ്ട സച്ചേട്ടാ, ഞാൻ ഇപ്പൊ വരാം, നീ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നു, വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വേണ്ട സച്ചേട്ടാ പോകണ്ട, നമുക്ക് ഉറങ്ങണ്ടേ രേവതി, നീ മാറിക്കെന്ന് പറഞ്ഞു വാതിൽ തുറന്നു നോക്കിയത് എന്താ ഇരിക്കുന്ന അവന്മാരെല്ലാരും കൂടെ കൂടിച്ചേർന്ന്. സച്ചി കണ്ടത് ഒരൊറ്റ ഞെട്ടല്ല, ഇവന്മാര് മനഃപൂർവ്വം തന്നെ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. രേവതി എങ്ങനെ പമ്പിളിന്ന് പറഞ്ഞോണ്ടിരിക്കുക, രേവതിക്ക് അറിയാം സച്ചി ഇടപെട്ടാ കൊളമാവുന്ന. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പേജിലാ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്.